അങ്ങനെ ഇന്നത്തെ യാത്ര നമ്മൾ ദുബായിലോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. കുട്ടികൾ സ്കൂളെല്ലാം വിട്ട് വന്നതിന് ശേഷം അവർ റെഡിയാക്കിയിട്ട് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കണ്ണൂർ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര കുട്ടികളോ ഇക്കയോ ആരുമില്ല, ഞാൻ മാത്രമാണ് കേട്ടോ. അപ്പോൾ എന്നെ കൊണ്ടുവിടാനായിട്ട് ഇക്കയും കുട്ടികളും പിന്നെ ഉപ്പയാണ് വന്നിട്ടുണ്ടായിരുന്നത്. വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, 1.5 മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ആണ്. ആ ഇറങ്ങുന്ന തിരക്കിനിടയ്ക്ക് മെസ്സേജ് വന്നോ എന്നുള്ള കാര്യം നോക്കാനും നമ്മൾ വിട്ടുപോയി. പിന്നെ എയർപോർട്ടിലെത്തി ബോർഡിംഗ് പാസ്സെല്ലാം കിട്ടി, വീണ്ടും അരമണിക്കൂർ ലേറ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഫ്ലൈറ്റിലോട്ട് ഒരുവിധം കയറിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ വന്നിട്ട് ഫ്രണ്ട്സിനെയും അവരെയൊക്കെ വിളിക്കുന്നതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടി മറന്നു പോയിട്ടാ. അപ്പോൾ ഇതാ നമ്മുടെ സീറ്റിലെത്തി. അങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് കേട്ടോ അയ്യോ ഫുഡ് കഴിച്ചില്ല എന്നുള്ള ബോധം വന്നിട്ട് ഫുഡെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് നിന്നത്. ബോർഡിംഗ് പാസ് കിട്ടിയതിന് ശേഷം കഴിക്കാൻ വേണ്ടി വാങ്ങിച്ച് വെച്ചിട്ടുള്ള സ്നാക്സാണ് കേട്ടോ കഴിക്കുന്നത്. തണുത്തറിഞ്ഞത് കൊണ്ട് തന്നെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. എന്നാലും തൽക്കാലം അത് വെച്ചിട്ട് തന്നെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. രാത്രി 8:20 എടുക്കേണ്ട ഫ്ലൈറ്റ് ഏകദേശം 10:30 കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു പോസ്റ്റ് അടിച്ചിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എനിക്ക്. ഇനിയിപ്പോൾ നമ്മുടെ ലഗേജിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ദുബായിൽ എത്തിയിട്ടിട്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ ബൈ.